നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പുരോഗമിച്ചിരിക്കുന്നത്. ജൂൺ മാസം 28-ാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി. 1600 രൂപ വീതമാണ് സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭിച്ചിട്ടുള്ളവർക്ക് എത്തിയിട്ടുണ്ടാവുക. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അവർക്ക് ബാക്കി തുക കൂടി ലഭിക്കും. അതോടൊപ്പം തന്നെ പെൻഷൻ അക്കൗണ്ടിൽ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അക്കൗണ്ട് ഇനിയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കാത്ത ഗുണഭോക്താക്കൾക്ക് ബാങ്കിന്റെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കി മാറ്റുക. സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. അക്കൗണ്ടിൽ പണം എത്തുമ്പോൾ കുറവ് വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ കൈകളിലേക്കുള്ള വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇനി ശേഷിക്കുന്നത് ജനുവരി മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ്. ഇത്തരത്തിൽ 8000 രൂപ വീതം 5 മാസത്തെ പെൻഷൻ ഇനിയും കിട്ടാനുണ്ട്. ഈ കുടിശ്ശിക വിതരണം 1ഉം 2ഉം ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറക്ക് നിലവിൽ കുടിശ്ശികയുള്ള നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. സാധാരണക്കാരുടെ ആനുകൂല്യം എത്രയും വേഗം കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.